കുടുംബബന്ധം ചേർക്കുന്നത് സ്വർഗത്തിലെത്താൻ പറ്റുന്ന അമലാണ്. കുടുംബബന്ധം ചേർക്കലിലൂടെ അയാളുടെ നാവ് ബർക്കത്തുള്ള നാവാവുന്ന, അതാ അയാൾ ആലിമാവണമെന്നോ സയ്യിദാവണമെന്നോ വലിയ ആവണമെന്നൊന്നുമില്ല. കുടുംബബന്ധം ചേർക്കുന്ന ആളുടെ നാവിന് ബർക്കത്തുണ്ടാവും. അയാളുടെ ദുആ ഇജാബത്തുള്ള ദുആ ആയിരിക്കും. കുടുംബബന്ധം ചേർക്കാത്ത ആൾക്ക്, കുടുംബബന്ധം തെറ്റിച്ച് നിൽക്കുന്ന ആൾക്ക്, ബന്ധം മുറിച്ച ആൾക്ക് ഉണ്ടാവുന്ന ആദ്യത്തെ ദുരന്തം എന്താണെന്നറിയോ? മഹത്വമുള്ള സമയങ്ങളുടെ എല്ലാത്തിൻ്റെയും ബർക്കത്ത് അല്ലാഹ് ഡിലീറ്റ് ആക്കും. അതാണ് ആദ്യത്തെ ദുരന്തം. ഇബ്നു ഹജർ റഹിമഹുള്ളയുടെ അസ്നൽ മത്വാലിബ് ഫീ സിലത്തിൽ അർഹാമി വൽ അഖാരിബിൽ കാണാം, അയാളിൽ ആദ്യം അള്ളാഹു എടുത്തു കളയുന്നത് ലൈലത്തുൽ ഖദർ, ബറാത്തിന്റെ രാവ്, ഇങ്ങനെ മഹത്വമുള്ള ഏതെല്ലാം സമയമുണ്ടോ അതിന്റെ മുഴുവൻ ബർക്കത്തും അള്ളാഹ് അയാളിൽ നിന്ന് ഡിലീറ്റ് ആക്കും. അയാളെ എത്ര കുത്തി പറഞ്ഞിട്ടും കാര്യമില്ല, അയാളുടെ ദുആഇന് ലൈലത്തുൽ ഖദർ അല്ല, ബറാത്തല്ല, ഏത് രാവിലാണെങ്കിലും അള്ളാഹ് സ്വീകരിക്കൂല. കുടുംബബന്ധം തെറ്റിച്ചവന് നഷ്ടപ്പെടുന്ന ആദ്യ ബർക്കത്ത്. അയാളുള്ള മജ്ലിസിൽ തന്നെ ദുആ സ്വീകരിക്കൂല. അത്ര ജ്യേഷ്ഠനോട് ഉപ്പാക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കണമെന്ന ഇബ്നു ഹജർ തങ്ങൾ കിതാബിൽ പറയണത്. ജ്യേഷ്ഠന്മാരെ അങ്ങനെ നമ്മൾ കണ്ടത്, ഓൻ്റെ കാര്യം ഞാൻ നോക്കും, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അനുജനോട് മക്കൾക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കണം. നമ്മളെ മക്കൾ എന്തെങ്കിലും തുടങ്ങിയിട്ട് പൊട്ടിപ്പോയാൽ നമ്മൾ സഹായിക്കൂലേ? അതേപോലെ തന്നെ അനുജൻ ഒരു ഷോപ്പ് തുടങ്ങി പൊട്ടിപ്പോയി, നമ്മൾ ഹെൽപ്പ് ചെയ്യണം. ഓൻ ആരോട് വെച്ചിട്ടാ തുടങ്ങിയത് എന്നൊന്നും പറയരുത്. ജ്യേഷ്ഠൻ അനുജന്മാരോട് ബന്ധമില്ലാതെ അന്താരാഷ്ട്ര ദേവത്ത് നടത്തിയിട്ട് എന്താ ഇപ്പൊ കാര്യം? ജ്യേഷ്ഠനോട് ബന്ധമില്ല, അനുജനോട് ബന്ധമില്ല, എന്നിട്ട് ഇവൻ ഭയങ്കര സംഘടന പ്രാസ്ഥാനിക നേതാവായിട്ട് എന്താ ഇപ്പൊ കാര്യം? അതാണ് ഇസ്ലാം പറയണത്. മൂത്തമ്മ ഇളയമ്മമാരോട്, അഥവാ ഉമ്മാന്റെ ഏട്ടത്തി അനിയത്തിമാരോട് ഉമ്മാക്ക് കൊടുക്കണം, പരിഗണന കൊടുക്കണം. അൽ ഖാലത്തു ബിമൻസിലത്തിൽ ഉമ്മി എന്ന് ഹദീസിൽ കാണാം. ഉമ്മാനെ ബുദ്ധിമുട്ടിക്കുന്ന അതേ കുറ്റം തന്നെയാണോ മൂത്തമ്മ ഇളയമ്മമാരെ, അതേ ഉമ്മാന്റെ സഹോദരിമാരെ ബുദ്ധിമുട്ടിച്ചാൽ ലഭിക്കുക? ആ കുറ്റം തന്നെയാണോ എന്ന് ഇമാമിങ്ങൾക്ക് ചർച്ചയുണ്ട്. സർക്കശി ഇമാമിന്റെ ഒക്കെ വീക്ഷണപ്രകാരം ഉമ്മാനെ ബുദ്ധിമുട്ടിച്ച അതേ കുറ്റവും ശിക്ഷയും തന്നെ ഉണ്ടാകുന്ന ഇമാം സർക്കശി തങ്ങളുടെ ഒക്കെ വീക്ഷണം അത്ര വരെ ഗൗരവകരമായ ചർച്ചയാണ്. ഉപ്പാന്റെ ഏട്ടനനിയന്മാർ, ഇളയപ്പ മൂത്താപ്പമാർ, ഉപ്പാക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കണം. വലിയ കാര്യമാണ് ഈ കുടുംബബന്ധം ചേർക്കുക എന്ന് പറയുന്നത്. അതിന്റെ മീതെ പറക്കുന്ന ഒരു പറവിയും ലോകത്തില്ല.